മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് തെക്കുവശത്ത് ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി എടുത്ത കുഴികൾ ഇതുവരെയും കൃത്യമായി അടച്ചിട്ടില്ലെന്ന് ആരോപണം. മാന്നാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം അപകടങ്ങൾ പതിവാവുകയാണ്. മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ ഉൾപ്പെടെ റോഡിന്റെ സൈഡിൽ പൈപ്പുകൾ ഇടുന്നതിനായി എടുത്ത കുഴികൾ അടച്ചത് പൂർണ്ണമല്ലെന്നും ആക്ഷേപമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് റോഡുകളുടെ ഇരുവശവും കുഴിക്കുകയും അതിന്റെ പരിണിത ഫലമായിട്ട് ഇതുവരെയും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നത് മൂലം ഇന്നലെയും NRC സൂപ്പർ മാർക്കറ്റ് കടയുടെ വാതിക്കൽ ഉണ്ടായ കുഴിയിൽ ഒരു പയ്യൻ വീഴുകയും അത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുന്നത്. ആ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം മാത്രമാണ് ആ ആൾക്ക് ഇപ്പോഴും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ മാന്നാർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിൽ പോയിട്ടുള്ള വഴികളിലെല്ലാം വലിയ വലിയ കുഴികളും അതുപോലെ വെള്ളം ഒരുപാട് പാഴാകുകയും ചെയ്യുന്നു. ബന്ധപ്പെട്ട മെമ്പർമാരെല്ലാം തന്നെ വാട്ടർ അതോറിറ്റിയെ അറിയിക്കുകയും അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തണമെന്ന് വാട്ടർ അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ട് നാളിതുവരെയും എന്റെ വാർഡായ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ടൗൺ സൗത്തിലെ 3 റോഡുകളിൽ ഇതുപോലെ വെള്ളം പാഴാക്കി പോയിക്കൊണ്ടിരിക്കുക. 4 ദിവസമായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇതുവരെയും അതിനൊരു പരിഹാരമായിട്ടില്ല. ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായി. അതിനു വേണ്ടിയിട്ട് അവര് പൈപ്പ് ലൈൻ ഓഫ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം അത് ചാർജ് ചെയ്തത് മൂലം ഒരുപാട് വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ സമയോചിതമായ ഇടപെടൽ ഇതിന് ഉണ്ടായേ പറ്റത്തുള്ളൂ. വാർഡിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി മുന്നിട്ടിറങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ PWD റോഡിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിട്ടുള്ള കുഴിയെടുത്തത് മൂലം ഉണ്ടായിട്ടുള്ള കുഴികൾ അടയ്ക്കാതെയും അതുപോലെ തന്നെ മണ്ണുകളും കല്ലുകളും ഉയർന്നിരിക്കുന്നത് കാരണം സ്കൂൾ ഭാഗത്തും അതുപോലെ തന്നെ തൃക്കുരട്ടി അമ്പലത്തിന്റെ ഭാഗത്തുമൊക്കെ ഒരുപാട് കുഴികളാണ്. അവിടെയൊക്കെ വണ്ടി സ്കിഡായി വീഴുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതിനുവേണ്ട നടപടിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ കുഴികളിൽ മഴ സമയം വെള്ളം കിടക്കുന്നത് കാരണം കുഴിയുടെ വലിപ്പമറിയാൻ കഴിയാതെ ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണാണ് അപകടങ്ങൾ ഏറെയും ഉണ്ടാകുന്നത്. അപകടക്കുഴികളുടെ വിവരങ്ങൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും പല ന്യായങ്ങൾ പറഞ്ഞ് വകുപ്പ് ഒഴിഞ്ഞുമാറുകയാണെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ യാത്രക്കാർ അപകടത്തിൽപ്പെട്ട് ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഈ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പില് ബസ് വന്നിറങ്ങുമ്പോൾ കാല് തട്ടി ആൾക്കാർ പലതും മറിഞ്ഞു വീഴുന്നു. അതുപോലെ കുട്ടികളും സ്ത്രീകളും വള്ളക്കാലിൽ നിന്ന് വരുന്ന മാതളത്തേക്ക് തിരിയുന്ന അവിടെ വലിയ ഗർത്തമായ കുഴിയാണ്. ആ കുഴിയിൽ വെള്ളം കിടക്കുന്നുണ്ട്. കുഴി എത്ര ആഴമുണ്ടെന്ന് അറിയത്തില്ല. അത് വണ്ടി വന്നുകൊണ്ട് ഇപ്പൊ ദിവസവും ഒരു 4-5 പേര് മറിഞ്ഞു വീഴും. സ്ഥിരം കാഴ്ചയാണ്. അധികാരികൾ ശ്രദ്ധിക്കുക. എത്രയും വേഗം അപകട സാധ്യത ഉയർത്തുന്ന ഇത്തരത്തിലുള്ള കുഴികൾ അടയ്ക്കുവാനും അപകടകരമായി ഉയർന്നു നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുവാനുമുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാന്നാർ.